ഇന്ന് നമ്മൾ കാണുന്ന ലോകത്ത് ഹസിൽ ഒരു മഹത്വമായി മാറിയിരിക്കുന്നു. ദീർഘകാലം ജോലി ചെയ്യുന്നത്, എല്ലായ്പ്പോഴും തിരക്കിലായിരിക്കുക, ഉറക്കം പോലും ത്യജിക്കുക, ഇവയെല്ലാം വിജയത്തിന്റെ അടയാളങ്ങളായി കണക്കാക്കുന്നു. പക്ഷെ ഈ തിളക്കമുള്ള മുഖാവരണത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു വില നമ്മൾ ജീവിതത്തിൽ കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ആരോഗ്യത്തെയും ബന്ധങ്ങളെയും സൃഷ്ടിപരമായ കഴിവുകളെയും മുറിച്ചു മാറ്റും. എന്താണ് ഹസിൽ കൾച്ചർ? ഹസിൽ കൾച്ചർ വിജയത്തെ അവസാനമില്ലാത്ത പരിശ്രമത്തോടും ദീർഘനേരം ജോലി ചെയ്യുന്നതിനോടും ബന്ധിപ്പിക്കും. ഇന്ത്യയിൽ നാരായണമൂർത്തിയെ പോലെ ചില പ്രമുഖർ 70 മണിക്കൂർ ജോലിയാഴ്ച വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സിലിക്കൺ വാലിയിൽ രാത്രിയൊന്നും ഉറങ്ങാതെ ജോലി ചെയ്യുന്നത് വലിയ അഭിമാനമായി കണക്കാക്കും. പക്ഷേ ശ്രമം ഫലപ്രാപ്തിയുമായി ഇക്വേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കാറില്ല. അത് മനുഷ്യന്റെ വില മറന്നുപോകും. മനുഷ്യന്റെ വില മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ചില യഥാർത്ഥ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ നടന്നത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു EY അക്കൗണ്ടന്റ് അമിത സമ്മർദ്ദത ജീവിതം നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടത്. ടെക് സ്ഥാപകനായ കൃതാർത്ഥ് മിഥൽ വർഷങ്ങളോളം ഉറക്കം നഷ്ടപ്പെട്ടതും തെറ്റായ ഭക്ഷണശീലങ്ങളും കാരണം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വിവരങ്ങളും നിങ്ങൾ അറിഞ്ഞു. അദ്ദേഹം നമുക്കായി ഒരു മുന്നറിയിപ്പ് നൽകി. ഹസിൽ കൾച്ചറിന് വിലയുണ്ട്. ചിലത് ഉടനെ തന്നെ നമ്മൾക്ക് അനുഭവപ്പെടുന്നു, ചിലത് പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും നമുക്ക് അനുഭവവേദ്യമാകും. ഇനി എന്താണ് ഹസിൽ കൾച്ചർ കൂടി നമ്മൾക്ക് ഉണ്ടാകാനുള്ള ചില മാറ്റങ്ങൾ? 1, ബേൺഔട്ട് അഥവാ മാനസികമായിട്ടുള്ള ക്ഷീണം. 2, ക്രോണിക് സ്ട്രെസ് അഥവാ ദീർഘകാല സമ്മർദ്ദം. ആരോഗ്യ പ്രശ്നങ്ങൾ, ബന്ധങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അകലങ്ങൾ, ജോലിയിലുള്ള സന്തോഷം നഷ്ടപ്പെടും. ഇനി ഉൽപാദനവും ഹസിൽ കൾച്ചറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഹസിൽ കൾച്ചർ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കൂടുതൽ മണിക്കൂറിലെ ജോലി കൂടുതൽ വിജയം തരുന്നു എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പഠനങ്ങൾ തെളിയിക്കുന്നത് 50 മണിക്കൂറിന് ശേഷം, ഒരാഴ്ചയിൽ നമ്മൾ 50 മണിക്കൂറിന് ശേഷം വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഉൽപാദനക്ഷമതയെ കുത്തനെ താഴ്ത്തുന്നു. നമ്മുടെ സൃഷ്ടിപരമായ കഴിവുകൾ, പ്രശ്ന പരിഹാരത്തിലുള്ള കഴിവുകൾ, മാനസിക ബുദ്ധി എന്നിവ ഏറ്റവും ഒരു നല്ല നേതാവിനും ഒരു നല്ല ക്രിയേറ്റീവായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ആവശ്യമുള്ള കഴിവുകളാണ് ഈ ഹസിൽ കൾച്ചറിലൂടെ ആദ്യം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇനി വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാടുകൾ മാറ്റി ചിന്തിക്കേണ്ട സമയമായി. യഥാർത്ഥ വിജയം സ്ഥിരതയുള്ള നിലവിലാണ്, ക്ഷീണത്തിൽ അല്ല, അല്ലെങ്കിൽ കുറെ സമയം വർക്ക് ചെയ്യുന്നതിലല്ല. വിശ്രമം നവീകരണത്തിനുള്ള ഇന്ധനമാണ്. പരിധികൾ നമ്മളുടെ ബന്ധങ്ങളെ സംരക്ഷിക്കും. അത് ആരോഗ്യത്തെ ദീർഘകാലത്തിലുള്ള സ്വാധീനം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പാക്കും. ഹസിൽ സംസ്കാരത്തിന്റെ മറഞ്ഞിരിക്കുന്ന വില വളരെ വലുതാണ്. ഗ്രൈൻഡിനെ അല്ലെങ്കിൽ ഓവർ വർക്കിനെ മഹത്വപ്പെടുത്തുന്നതിന് പകരം വളർച്ചയെ ആഘോഷിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. വിജയം നിങ്ങൾ ചെലവഴിക്കുന്ന മണിക്കൂറുകളിൽ അല്ല എന്ന് ഓർമ്മിക്കുക. നിങ്ങൾ സൃഷ്ടിക്കുന്ന മൂല്യത്തിലാണ്, അത് നിങ്ങൾ സ്പർശിക്കുന്ന ജീവിതങ്ങളിലാണ്, അത് നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുന്ന ബാലൻസിലാണ്. അവസാനമായി ഓർക്കുക, മാറ്റം തുടങ്ങുന്നത് മനസ്സിലാക്കലിൽ നിന്നാണ്. മനുഷ്യരെ, ലക്ഷ്യങ്ങളെ, നമ്മളുടെ കഴിവുകൾ. ഈ മെസ്സേജ് നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ ഇത് ആവശ്യമുള്ള ഒരു വ്യക്തിയുമായി ഷെയർ ചെയ്യുവാനായിട്ട് മറക്കരുത്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി മറക്കരുത്. നിങ്ങളുടെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതേവരെ എന്നോടൊപ്പം തുടർന്നതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.